ഒരു ദിവസം മുമ്പായിരുന്നു ഋതപ്പൻ്റെ ഉണ്ടെങ്കിൽ ബർത്ത്ഡേ. അതുണ്ടെങ്കിൽ ഭയങ്കര ആഘോഷമായിട്ടായിരുന്നു രേണുസുതിയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് പേര് ബിഗ് ബോസിൽ നിന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ ഈ സമയത്തുണ്ടെങ്കിൽ മെയിനായിട്ട് എല്ലാവരും നോക്കിയത് കിച്ചു അവിടെ ഉണ്ടോ എന്നുള്ളതായിരുന്നു. പക്ഷേ കിച്ചു ഉണ്ടെങ്കിൽ അതിനകത്തൊന്നും പങ്കെടുത്തോട്ടൊന്നും ഇല്ലായിരുന്നു. അതിനുള്ള കാരണം എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ കിച്ചു ഒരു പോസ്റ്റ് പോലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടായിരുന്നു, എനിക്കുണ്ടെങ്കിൽ നിൻ്റെ അടുത്ത് വരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ വരാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലായിപ്പോയി. അതുകൊണ്ടെങ്കിൽ നിനക്കിപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കുണ്ടെങ്കിൽ നിനക്ക് ഇതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. അപ്പോഴത്തേക്കുണ്ടെങ്കിൽ ഈ ചേട്ടൻ ചെയ്ത കാര്യങ്ങളും അല്ലെങ്കിൽ ചേട്ടന് നിന്നെ ഭയങ്കര ഇഷ്ടമെന്നുള്ള രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാവുമെന്നായിരുന്നു കിച്ചു പോസ്റ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതോടെ തന്നെ ഇപ്പോൾ ഉണ്ടെങ്കിൽ നീ ചിലപ്പോൾ എന്നെ ഇടാതിരിക്കുക, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടായിരിക്കാം. പക്ഷേ അതൊന്നും പ്രശ്നവുമില്ല. നീ കുറച്ച് കഴിയുമ്പോഴത്തേക്കുണ്ടെങ്കിൽ എല്ലാ സത്യം അറിയും. അപ്പോൾ നിനക്ക് മനസ്സിലാവും എൻ്റെ മനസ്സിൽ നിൻ്റെ സ്ഥാനം എന്തോന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടായിരുന്നു ആ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇത് കണ്ടതിന് ശേഷം ഉണ്ടെങ്കിൽ ഒരുപാട് പേര് വന്നിട്ട് ഇനി അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നാലും ശരി, സഹോദരനുണ്ടെങ്കിൽ ബർത്ത്ഡേ വിഷസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ബാക്കിയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഭാവിയിൽ ആ കുട്ടി തനിയെ കണ്ടുപിടിക്കുമ്പോൾ എന്ത് പ്രശ്നം ഉണ്ടായിരുന്നാലും ശരി ഉണ്ടെങ്കിൽ അവൻ്റെ കൂടെ ഞാൻ ഉണ്ടാവും എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു കിച്ചു ഉണ്ടെങ്കിൽ ആ പോസ്റ്റിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്.